അടുത്ത് നമുക്ക് നമ്മുടെ ഫോട്ടോഷോപ്പിനകത്തെ ഫിൽറ്റർ മെനുവിലെ നെക്സ്റ്റ് ഓപ്ഷൻ, അതായത് അടുത്ത ബ്ലർ ഗാലറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനകത്ത് ബ്ലർ ഗാലറിയിൽ നിന്നകത്ത് പോയി കഴിഞ്ഞിട്ട് നേരെ പാത്ത് ബ്ലറും കൂടി കൊടുക്കുക. പാത്ത് ബ്ലർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈഡിൽ ചെറിയൊരു പ്രോപ്പർട്ടീസ് കാണാം. അപ്പം അതിനകത്ത് നമുക്ക് സ്പീഡും അതുപോലെ തന്നെ ടാപ്പർ, എഡിറ്റ് ബ്ലർ, അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ കാണാം. അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ബ്ലർ ചെയ്ത് കൊടുക്കുക. അത് ഇത്ര പെർസെൻറ്റേജ് വേണമെന്നൊന്നുമില്ല, നമുക്ക് ആവശ്യമുള്ള പോലെ ബ്ലറിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. അത് കഴിഞ്ഞ് നേരെ ലെയർ ബോക്സിൽ വരിക. എന്നിട്ട് ആ ബ്ലർ ചെയ്തതിനൊരു കോപ്പി എടുത്ത് വയ്ക്കുക. ആ കോപ്പി എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ആ ബ്ലറിൻ്റെ എഫക്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഫിൽറ്ററിൽ പോയിട്ട് ബ്ലറിൽ പോയിട്ട് എന്ത് ചെയ്യുക, ചെറിയ രീതിയിൽ ഒന്ന് ബ്ലർ ചെയ്ത് കൊടുക്കുക. ബ്ലർ മോഡ് കൊടുത്താലും മതി. അത് കഴിഞ്ഞിട്ട് ലെയർ ബോക്സിൽ വരിക, ഗ്രേഡിയൻ്റ് മാപ്പ് സെലക്ട് ചെയ്യുക. അതിൽ ആവശ്യമുള്ള കളർ, നമുക്ക് ഏത് കളർ ആവശ്യം വെച്ചെങ്കിൽ ആ കളറുകൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ആ ബ്ലർ കൊടുത്തിട്ടുള്ള ആ ലെറ്ററിൻ്റെ മേലെ ഗ്രേഡിയൻ്റ് കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കളർ മാത്രമല്ല, വേറെ ഏതെങ്കിലും കളറുകളും ഒന്ന് മാറ്റി ട്രൈ ചെയ്ത് നോക്കുക. എഫക്റ്റും കാര്യങ്ങളൊക്കെ ഇനിയും അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും കേട്ടോ.